ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും ചിലർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരും പിന്നെ ഇപ്പോൾ മോണിയാവാൻ പോകാൻ ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീയൂസ് കണ്ടൻറ് എന്ന് പറഞ്ഞു വന്നിരുന്നു. അപ്പോൾ ഞാൻ പലരും എനിക്കിതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാത്തതുകൊണ്ട് റീയൂസ് കണ്ടൻറ് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പലരോടും ചോദിച്ചു. അപ്പോൾ അവരെല്ലാം നല്ല രീതിയിലുള്ള എമൗണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ചിലർ ചോദിക്കുന്നു 7,000, ചിലർ ചോദിക്കുന്നു 5,000, ചിലർ ചോദിക്കുന്നു 3,000, അങ്ങനെ പല പല രീതിയിലുള്ള എമൗണ്ട് ചോദിക്കും. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാനിത് പലവട്ടം റിവ്യൂ ചെയ്ത് നോക്കി. ഇതിൻ്റെ നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസി റിവ്യൂ ചെയ്ത് നോക്കി. അപ്പോൾ റിവ്യൂ ചെയ്ത് നോക്കിയപ്പം ഞാൻ തന്നെ അതിനുള്ള പരിഹാരം കാണുകയും ചെയ്തു. റീയൂസ് കണ്ടൻറ്റ് മാറ്റി ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ റീയൂസ് കണ്ടൻറ്റ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് നിങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടൻറ്റുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഈ റീയൂസ് കണ്ടൻറ്റ് എന്നും പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോപ്പിറൈറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലും അത് ഏതാണ് നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തതിന് ശേഷം അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യണം. അത് പകരമായിട്ട് എന്താണ് വെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ റീഅപ്ലൈ ചെയ്യണം. ഈ റീയൂസ് കണ്ടൻറ്റിൻ്റെ അതുപോലെ തന്നെയാണ്. നമുക്ക് റീയൂസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് റീഅപ്ലൈ ചെയ്യാനുള്ള അതായത് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിം, നമ്മുടെ ചാനൽ നെയിം, അതായത് നമ്മൾ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റാതെ അൺലിസ്റ്റ് ആക്കിയിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് വേണം നമ്മൾ അപ്പീൽ കൊടുക്കാൻ. ആ അപ്പീൽ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സഡൻലി അത് അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ നിങ്ങൾ പോയിട്ട് അവിടെ ഇവിടെയും പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതിനും പോകരുത്. നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലരും പൈസയ്ക്ക് വേണ്ടിയിട്ട് പലരും പല രീതിയിൽ പല വീഡിയോസുകളും ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ അതിനകത്ത് ആശ്രയിച്ച് നിങ്ങൾ പോകരുത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടുന്നതിനും എന്ത് വേണേലും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് വെറുതെ ആ ഒരു രീതിയിലോട്ട് പോകരുത്. ഓക്കെ, ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.